ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കല്യാണ രസമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാലും നമുക്ക് ഇന്നൊരു കല്യാണ രസം ചെയ്ത് നോക്കാം. അപ്പോൾ കല്യാണ രസത്തിന് വേണ്ടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഇതൊരു വലിയ തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക്, ഇത് നമ്മുടെ തോരൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അതൊരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിയില, കറിവേപ്പില, രസത്തിന് പ്രധാന സാധനം വെളുത്തുള്ളി, പിന്നെ 2 വറ്റൽമുളകും 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് രസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയും കുരുമുളകും ഒന്ന് ചതച്ചെടുക്കണം. നമുക്ക് ആദ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളകിൻ്റെ എരിവ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും കുരുമുളകും കൂടി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം കല്യാണ രസം തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊരു 2 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തോരൻ പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കണം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. പരിപ്പ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ നമ്മൾ നേരെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി കിടന്ന് ഒന്ന് തിളച്ച് വന്നാൽ മതി. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കായം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് നേരം ഒന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കല്യാണ രസം തയ്യാറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതിയാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ തയ്യാറാക്കി, ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണിതാവട്ടെ കറി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.